ഇന്ന് മോദി പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് നോക്കുക. പഴയതുപോലെ 56 ഇഞ്ചസ് ഇങ്ങനെ വിരിച്ച് നിൽക്കുന്നില്ല. കുറെ കൂടി വിനയാന്വിതനായിട്ടാണ് അദ്ദേഹത്തിന്റെ സംസാരം. വിനയാന്വിതനായിട്ടാണ് പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നത്. അതായത് തിരിച്ചുകൊണ്ട് ഇതിനെ എതിർക്കാൻ നിങ്ങൾ നിൽക്കരുത് എന്നാണ് അതിന്റെ ടോൺ. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം, നാരി ശക്തി എന്ന ബില്ല് അവതരിപ്പിക്കുന്നതോടുകൂടി വനിതകൾ മുഴുവൻ മോദിയുടെ കീഴിൽ റാലി ചെയ്യും എന്ന് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, അത് ഉടൻ നടപ്പിലാവുന്ന ഒരു കാര്യമല്ല. ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ബസ്സിൽ സ്ത്രീകൾക്ക് സീറ്റ് സംവരണം കൊടുക്കണം. ഓക്കെ, ബസ്സിൽ ഞങ്ങൾ സ്ത്രീകൾക്ക് സീറ്റ് സംവരണം കൊടുക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ വേറൊരു നിയമം കൂടി കൊണ്ടുവരുന്നു. ബസ്സിൽ സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള നിയമം കൂടി കൊണ്ടുവരികയാണ്. ബസ്സിൽ നീളം കൂട്ടണം എന്ന് പറഞ്ഞ നിയമം കൊണ്ടുവരികയാണ്. ഇത് ലോജിക്കലി വിശദീകരിക്കാൻ കുറച്ച് പാടാണ്. ഇത് ജനങ്ങളും അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ. ഇത് വിശദീകരിക്കാൻ കുറച്ച് പാടാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഉള്ള ബസ്സിൽ നിങ്ങൾക്ക് സീറ്റ് തന്നതാന്ന് ആളുകൾ തിരിച്ചു ചോദിക്കും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്ന് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് OBC റിസർവേഷനെ കുറിച്ചാണ്. OBC റിസർവേഷൻ BJPക്ക് എതിരായിട്ടുള്ള മാരകമായൊരു ടൂളാണ് പ്രതിപക്ഷത്തിൻ്റെ എന്ന് തെളിഞ്ഞതാണ് 2024. 2024 ഏറ്റവും പ്രധാനപ്പെട്ട വജ്രായുധം, പ്രതിപക്ഷത്തിൻ്റെ വജ്രായുധം OBC റിസർവേഷൻ തന്നെയായിരുന്നു. അവിടെ മാത്രമാണ് മോദി പതറുന്നത്. ഇതേ വിഷയത്തിലും OBC റിസർവേഷൻ എന്ന ഒരു ടൂൾ എടുത്ത് ഉപയോഗിക്കുന്നതോടുകൂടി അതിനാണ് കുറെ കൂടി ട്രാക്ഷൻ ഉണ്ടാവുക. നമ്മൾ ശ്രദ്ധിക്കുക, നാളെ ഇത് പാസ്സായാലും ഇല്ലെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയ റീൽസുകൾ ശ്രദ്ധിക്കുക. ഈ OBC റിസർവേഷനുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ആയിരിക്കും കൂടുതലായി വരിക. അതുകൊണ്ട് അത്ര ആത്മവിശ്വാസത്തോടെയല്ല ഈ 3 ബില്ലും മോദിയും പരിവാരവും അവതരിപ്പിക്കുന്നത്. അത്ര ആത്മവിശ്വാസം അവർക്കില്ല. ഒരു പക്ഷേ അവർക്ക് ഹ്രസ്വകാല ഗുണങ്ങൾ, ഉദാഹരണത്തിന് തമിഴ്നാടോ ബംഗാളോ പോലുള്ള ഹ്രസ്വകാല ഗുണങ്ങൾ അവർക്കുണ്ടായേക്കാം. പക്ഷേ ഇനി വരാൻ പോകുന്ന 2029 തെരഞ്ഞെടുപ്പിലേക്ക് ഇത് മുതൽക്കൂട്ടാകുമോ എന്ന് കണ്ടറിയാം.